ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് റെസിപ്പിയുമായിട്ടൊന്നുമല്ല. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ഐസിങ് ബാഗും ഒരു നോസിലും റെഡിയാക്കിയെടുക്കാം എന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇതൊന്നും ഇല്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ നോസിലാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. ഈ നോസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുമ്പോൾ റോസാപ്പൂ നമ്മൾ വരച്ചെടുക്കില്ല, അതുപോലെ ഇരിക്കും. നമ്മൾ ഐസിങ് ബാഗിൽ ഇത് വരച്ചെടുക്കുമ്പോൾ റോസാപ്പൂ വരയ്ക്കുന്ന പോലെ ഇരിക്കും. അതാണ് ഈ നോസിലിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ വേണ്ടത് ഇതുപോലെ ഒരു കവറ്. അപ്പോൾ കവറ് നിങ്ങൾ ഇഷ്ടമുള്ളത് എടുക്കുക. നല്ല ക്വാളിറ്റിയുള്ള നല്ല കവർ ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിലുള്ള തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കവർ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഇതിപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ ബോക്സാണ്. അപ്പോൾ ഏറ്റവും നോസിലുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഈ വിപ്പിംഗ് ക്രീം വരുന്ന ഈ കവർ ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ എൻ്റെ അടുത്തില്ല, ഇതിലിപ്പോൾ വിപ്പിംഗ് ക്രീം ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് എടുക്കുന്നില്ല. നിങ്ങൾ ഇതുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക. നമ്മുടെ ഫ്രഷ് ക്രീമൊക്കെ വരുന്ന ആ കവറില്ലേ, അതൊക്കെ ഈ നോസിലുണ്ടാക്കാൻ നല്ല ബെസ്റ്റാണ്. നല്ലൊരു ഐറ്റമാണ് നമുക്ക് നോസിലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് ക്രീം ഉള്ളതുകൊണ്ട് ഇത് എടുക്കുന്നില്ല. ഞാനിപ്പോൾ തൽക്കാലം ഇതുപോലെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഐസിങ് ബാഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇത് കവർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ല കവർ ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഈ കോൺ കണ്ടല്ലോ, ഈ കോണോട് കോൺ മടക്കുക. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. ആ മുകൾ ഭാഗത്ത് വെച്ച് ഒന്ന് കട്ട് ചെയ്യണം. നമുക്കൊന്ന് തിരിച്ച് വെക്കാം, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ആ കോൺ ഇപ്പുറത്തെ സൈഡിലോട്ട് മടക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. ആദ്യം നമുക്ക് ലെവലിൽ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, നമ്മുടെ കവറ് മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ലെവലിന്. ഇപ്പോൾ ചതുര ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു കവറ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ആ മടക്ക് അതുപോലെ തന്നെ മടക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നല്ല ലെവലിന് ഒന്ന് മടക്കിയെടുക്കുക. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാനാണ് ഞാൻ ഈ രീതിയിലൊന്ന് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഭാഗം വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കളയാം. കണ്ടല്ലോ, ഈ കോൺ ഏറ്റവും മുകൾ ഭാഗം വന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഐസിങ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഒന്നുകൂടി ഒന്ന് ലെവലായിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫുൾ കവർ. നമ്മൾ ഈ 2 പാർട്ടാണ് ഇതിൽ നിന്ന് വെട്ടി മാറ്റിയത്. ഈ ഒരു ലെവലിലാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത്. വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മുടെ ഐസിങ് ബാഗ്. ഇതുപോലെ നമുക്ക് ഏത് കവർ ഉപയോഗിച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് ഐസിങ് ബാഗ് റെഡിയാക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ക്രീമും അതുപോലെ നോസിലൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. കണ്ടോ, ഇതിനുള്ളിലേക്കാണ് നമ്മൾ നോസിൽ ഇടാൻ പോകുന്നത്. നമുക്കിത് ഈ സൈഡ് കണ്ടല്ലോ, ഈ കവറിൻ്റെ ഈ സൈഡ് കുറച്ചുകൂടി അധികമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. കാരണം ആ തുമ്പിൽ തുമ്പ് വിട്ടു പോകരുത്. അല്ലാതെ വേണം ഒന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഈ ലാസ്റ്റ് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കണ്ടോ, ആ വെട്ട് നമുക്ക് പോയിട്ടില്ല. കുറച്ച് അധികമായിട്ട് കിടന്നതാണ് നമ്മളിപ്പോൾ വെട്ടിക്കളഞ്ഞത്. ഇപ്പം നമുക്ക് കറക്റ്റ് ലെവലായിട്ട് നമുക്ക് ഇത് നോക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇതിനുള്ളിലേക്ക് ഞാൻ ഒരു നോസിൽ കൂടി ഇട്ടൊന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു നോസിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തുമ്പൊന്ന് കട്ട് ചെയ്ത് കളയണം. നമ്മുടെ നോസിലിൻ്റെ ആ ഒരു എന്താ പറയുക, നോസിലിൻ്റെ ആ ഒരു തിക്നെസ് അനുസരിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് കളയുന്നത്. ഇപ്പോൾ ചെറിയ നോസിലല്ലേ, ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടി വലുതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി വലിയ ഹോളാണ് ഇട്ട് കൊടുക്കേണ്ടത്.
ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇതിനുള്ളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിനുള്ളിലേക്ക് വെക്കാനും പറ്റും. ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഐസിങ് ബാഗൊന്നും ഇല്ല നോസിൽ ഉള്ളവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഐസിങ് ബാഗ് റെഡിയാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ നോസിൽ റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളാണ്, വളരെ പാടൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ നമുക്ക് നോസിലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഐസിങ് ബാഗ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു കവർ തന്നെയാണ് ഇത്. വിപ്പിംഗ് ക്രീം പൗഡർ വന്ന കവറാണ്, വിപ്പിംഗ് ക്രീം വന്ന കവറാണ് ഏറ്റവും ബെസ്റ്റ്. അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ചതുര ഷേപ്പിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭാഗം നോക്കി ചതുരത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ തൽക്കാലം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതെടുത്തത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കവർ ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ എടുക്കുക. നമുക്ക് ഈ സൈഡ് രണ്ടും ഒന്ന് കട്ട് ചെയ്ത് നല്ല ഷേപ്പാക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് കോണായിട്ട് മടക്കിയെടുക്കണം. അതുകൂടി ഞാൻ വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇതുപോലെ ഉള്ള ഒരു ഷേപ്പിൽ എടുത്തിട്ട് കോണോട് കോൺ മടക്കിയെടുക്കുക. കോണാക്കി, കണ്ടോ, ഇതുപോലെ കോണായിട്ട് മടക്കിയെടുക്കുക. ഇത്രയും മതിയാകും, ബാക്കി വേണമെങ്കിൽ നമുക്ക് വെട്ടിക്കളയാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് ഇത്രയും കാണിച്ചെന്നുള്ളൂ. ഇതിപ്പോൾ നല്ല കട്ടിയുണ്ട് സംഭവം. വേണമെങ്കിൽ നമുക്ക് സൈഡിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. ഉണ്ടോ, ഇത്രയും മതിയായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും ആക്കിയിട്ടും വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു സ്റ്റിക്കർ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ചെറുതാക്കി നോസിൽ ഉണ്ടാക്കാൻ പറ്റുന്നു അത്രയും ചെറുതാക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. 1-2 പ്രാവശ്യം നമുക്ക് ഈ സ്റ്റിക്കർ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ചിലപ്പോൾ ഇങ്ങ് പുറത്തോട്ടൊക്കെ വരും. അങ്ങനെ വരാതിരിക്കാനാണ് നല്ല കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ നന്നായിട്ട് ഇതിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1, 2, 3 പ്രാവശ്യം നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് നല്ല പോലെ ഒന്ന് ഒട്ടിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇത്രയും വലിപ്പം ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള ആ വലിപ്പം അനുസരിച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഇത്രയും മതിയാകും, ബാക്കി നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നോസിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല നോസിലിന് നല്ലൊരു ഷേപ്പ് കൊടുക്കാം. നമ്മുടെ റോസാപ്പൂവിൻ്റെ ആ ഒരു ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എല്ലാത്തരം കേക്കിനും നല്ല ഡെക്കറേഷൻ തന്നെയാണ് ഈ ഒരു നോസിൽ. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു നോസിലിൻ്റെ ഈ ഒരു ഷേപ്പ് തന്നെ എടുത്തത്. നമുക്ക് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതായത് വി ഷേപ്പിൽ വേണം ഈ നോസിലിൻ്റെ എല്ലാ അരിവും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. കണ്ടോ, വി ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഭാഗം അങ്ങോട്ട് മാറ്റുക. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാ തുമ്പും ഈ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത തുമ്പിൽ നിന്നും തുടങ്ങിയിട്ട് വേണം വീണ്ടും ആ വി ഷേപ്പിൽ കട്ട് ചെയ്യാൻ. മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ആ തുമ്പുണ്ടല്ലോ, ആ തുമ്പിൽ നിന്നും വേണം അടുത്തതും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ നല്ല ആ ഒരു ഷേപ്പിന് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ദൂരെ ദൂരെ കട്ട് ചെയ്യരുത്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ആ വി ഷേപ്പിൽ നിന്നും അടുത്തത് കട്ട് ചെയ്യുക. കണ്ടോ, ആ തുമ്പിൽ നിന്നും വി ഷേപ്പ് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നല്ല വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം എടുത്തത്. അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവർ ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗവും റൗണ്ട് ഷേപ്പിൽ ഫുള്ള് ഈ വി ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നോസിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ
എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇപ്പോൾ വലിയ കത്രിക വച്ചിട്ടായിരുന്നു ചെയ്തത്. അതിനേക്കാൾ ബെസ്റ്റ് ചെറിയ കത്രിക ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചുകൂടി എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ചെറുത് വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക, അതാണ് കുറച്ചുകൂടി എളുപ്പം, നന്നായിട്ട് വരികയും ചെയ്യും. വലുതാകുമ്പോൾ കുറച്ച് പാടാണ്. നമ്മുടെ നോസിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഷേപ്പായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഈ കവർ, ഈ നോസിൽ നമുക്ക് കുറച്ചുകൂടി വലിപ്പമുള്ളതായതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ നോസിൽ ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ നമുക്കൊരു ഐസിങ് ബാഗും നോസിലും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന്, ഇല്ലാത്ത കൂട്ടുകാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻസ് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടണിൽ അമർത്തി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, ബേക്കിംഗ് ക്ലാസ്സൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബേക്കിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.